എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ, ഈ പുസ്തകത്തിലൂടെ നമ്മുടെ മനസ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ട് ചിന്താഗതികൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഈ ബുക്കിന്റെ തീസിസ്. എന്താണ് തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ? ഇത് മനസ്സിലാക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിന്റെ ഓതർ ആരാണെന്ന് ഒന്ന് നോക്കാം. പ്രശസ്ത സൈക്കോളജിസ്റ്റും പ്രോസ്പെക്ട് തിയറിയുടെ പിതാവും നൊബേൽ പ്രൈസ് ജേതാവുമായിട്ടുള്ള ഡാനിയൽ കോഹ്മാൻ ആണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. 2011 ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ന്യൂയോർക്ക് ടൈംസിന്റെ ബെസ്റ്റ് സെല്ലറിൽ ഇടം നേടിയ ഒരു പുസ്തകം കൂടിയാണ് തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ. ഈ പുസ്തകത്തിൽ റാഷണൽ ആൻഡ് നോൺ റാഷണൽ മോട്ടിവേഷൻസ് അഥവാ യുക്തിസഹജവും യുക്തിരഹിതവുമായിട്ടുള്ള പ്രേരണകളെ കുറിച്ചും പറയുന്നുണ്ട്. ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾക്ക് എളുപ്പത്തിൽ ഉത്തരം പറയുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അവരെ കുറിച്ചും ആളുകൾക്ക് ഹ്യൂമൻ ജഡ്ജ്മെന്റ് അഥവാ മനുഷ്യവിധിയിൽ പതിറ്റാണ്ടുകളായി വിശ്വാസമുണ്ട് എന്ന ഗവേഷണത്തെ അടിസ്ഥാനമാക്കി നടത്തിയ പഠന സംഗ്രഹവും ഓതർ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. എന്താണ് തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ? അതിനു മുൻപായിട്ട് നമുക്കൊരു പിക്ചർ കാണാം. ഈ കാണിക്കുന്ന പിക്ചറിൽ ഏത് ലൈനാണ് നീളം കൂടുതൽ? ഇത് കണ്ട ഉടനെ നമ്മൾ പറയും രണ്ടാമത്തെ ലൈനാണ് നീളം കൂടുതൽ. എന്നാൽ അങ്ങനെയല്ല. ഇവ രണ്ടും സെയിം ലെങ്ത് തന്നെയാണ്. ഒന്ന് കണക്കൂട്ടി നോക്കിയാൽ നമുക്ക് കാണാം രണ്ടിനും ഒരേ നീളമാണെന്നുള്ളത്. ഇതിനുള്ള മെയിൻ റീസൺ ഇല്യൂഷൻ ആണ്. ഈ ഇല്യൂഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായാലും നമ്മുടെ മനസ്സിൽ നമ്മളോട് പിന്നെയും പറയും രണ്ടാമത്തതിന് തന്നെയാണ് നീളം കൂടുതലെന്ന്. ഇതിനുള്ള കാരണം എന്താണെന്നും ഓതർ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവയെ സിസ്റ്റം 1 എന്നും സിസ്റ്റം 2 എന്നുമാണ് ഓതർ പറയുന്നത്. ഇത് തന്നെയാണ് തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് തിങ്കിങ് സ്ലോ എന്നുള്ള ടൈറ്റിൽ കൊണ്ടും ഓതർ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോയ്ക്കും സിസ്റ്റം 1നും സിസ്റ്റം 2നും തമ്മിലുള്ള ബന്ധം? ആ ബന്ധങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് സിസ്റ്റം 1? ഇത് വളരെ ഈസി ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമുക്ക് വേഗം തന്നെ ഉത്തരങ്ങൾ ലഭിക്കും. ഇതിന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് ഒരു ഓബ്ജക്റ്റ് കണ്ടാൽ അത് എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് ഇത് കണ്ടാൽ ഇതൊരു പെൻസിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഒരു പൂച്ച കരയുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അതൊരു പൂച്ചയാണ് കരയുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഒരു ഭയാനകമായിട്ടുള്ള പിക്ചർ കണ്ടു കഴിഞ്ഞാൽ ഒരു ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻ നമ്മുടെ മുഖത്തുണ്ടാകുക. 2+2 എത്രയാണെന്ന് ചോദിച്ചാൽ 4 എന്ന ആൻസർ പറയുക. ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ചിന്തിക്കാണ്ട് ഉത്തരം പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് സിസ്റ്റം 1ൽ വരുന്നത്. എന്നാൽ സിസ്റ്റം 2 എന്ന ബ്രെയിൻ പ്രോസസ്സിംഗിൽ വരുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നല്ലതുപോലെ ആലോചിച്ച് ഉത്തരം പറയേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും സിസ്റ്റം 2ൽ വരുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോം ഫില്ല് ചെയ്യുന്നത്. നമ്മളൊരു ബാങ്കിൽ പോയിട്ട് ഒരു ഫോം എടുത്തു കഴിഞ്ഞാൽ ആ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് നമ്മളൊരു 2 മിനിറ്റ് എങ്കിലും ഇരുന്നൊന്ന് ആലോചിക്കും. അതുപോലെ തന്നെ ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അത് ആരുടെ സൗണ്ടാണ്, അത് എന്ത് തരത്തിലുള്ള സൗണ്ട് ആണെന്ന് നമ്മൾ ആലോചിക്കും. 78 × 98 എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മളൊരു 2 മിനിറ്റ് ആലോചിക്കും. ഇതൊക്കെ തന്നെയാണ് സിസ്റ്റം 2ൽ വരുന്നത്. ഇങ്ങനെ ടാസ്ക് ആയിട്ടുള്ള ഇരുന്ന് ആലോചിക്കേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് സിസ്റ്റം 2ൽ ചെയ്യുന്നത്. ഇനി നമ്മൾ ആദ്യം കാണിച്ച ഇല്യൂഷൻ, ആ ഒരു പിക്ചറിലേക്ക് പോയി നോക്കാം. ആ പിക്ചർ കണ്ടപ്പോൾ നമ്മൾ എന്താ ആദ്യം വിചാരിച്ചേ? രണ്ടാമത്തെ ലൈനാണ് ലെങ്ത് കൂടുതലെന്ന്. അപ്പൊ അവിടെ ആദ്യം വർക്ക് ചെയ്തത് നമ്മുടെ സിസ്റ്റം 1 ആണ്. എന്നാൽ പിന്നെ നമുക്ക് മനസ്സിലായി രണ്ടും സെയിം ലെങ്ത് ആണെന്നുള്ളത്. ഇതിന് കാരണം നമ്മുടെ സിസ്റ്റം 2 തന്നെയാണ്. കാരണം സിസ്റ്റം 2 അവിടെ കുറച്ചു നേരം വർക്ക് ചെയ്തു. അതായത് ഇവ കണക്ക് കൂട്ടലുകളൊക്കെ കൂട്ടിച്ചേർത്ത് നമുക്ക് പിന്നെ മനസ്സിലായി രണ്ടും സെയിം ലെങ്ത് ആണെന്നുള്ളത്. അതിന്റെ കാരണം എന്താണ്? നമ്മുടെ സിസ്റ്റം 2 കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട് രണ്ടും സെയിം ലെങ്ത് ആണെന്നുള്ളത്. അവിടെ നമ്മൾ കുറച്ചു നേരം ആലോചിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മുടെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത് സിസ്റ്റം 1 നൽകിയ ഉത്തരം തന്നെയായിരിക്കും ശരിയെന്നാണ്. കാരണം ആ പിക്ചർ നോക്കുന്ന ഏതൊരാൾക്കും ആദ്യമേ തന്നെ തോന്നുന്നത് രണ്ടാമത്തതിനാണ് ലെങ്ത് കൂടുതലെന്നാണ്. ഇവിടെ ശരിക്കും പ്രശ്നം ഉണ്ടാക്കിയത് സിസ്റ്റം 1 ആണ്. എന്നാലും സിസ്റ്റം 2 പ്രശ്നം ഉണ്ടാക്കുന്ന കുറെ അനുഭവങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. അതിനുള്ള എക്സാമ്പിൾസും പുസ്തകത്തിൽ പറയുന്നുണ്ട്. സിസ്റ്റം 1ന് കാര്യങ്ങളിൽ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റും. പക്ഷെ സിസ്റ്റം 2ന് അങ്ങനെയല്ല. ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ മാത്രമേ സിസ്റ്റം 2ൽ ചെയ്യാനുള്ളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സുഹൃത്തുമായിട്ട് ഒരിടത്തേക്ക് സ്പീഡിന് നടക്കുകയാണെന്ന് വിചാരിക്കുക. ഈ സ്പീഡിന് നടക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ സുഹൃത്തിനോട് ചോദിക്കുക 23 × 78 എത്രയാണ് എന്ന് മനസ്സിൽ കണക്കൂട്ടി പറയാം. പെട്ടെന്ന് നമ്മൾ നമ്മുടെ സുഹൃത്തിനെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അയാൾ ഈ കാര്യം ചിന്തിച്ചു തുടങ്ങുമ്പോഴേക്കും അയാളുടെ നടത്തത്തിന്റെ സ്പീഡ് കുറയും. ചിലരുടെ കാര്യത്തിലാണെങ്കിൽ അവരത് അവിടെ നിന്ന് ആലോചിക്കാനും തുടങ്ങും. ഇതിനുള്ള റീസൺ എന്ന് പറയുന്നത് സിസ്റ്റം 2 തന്നെയാണ്. കാരണം സിസ്റ്റം 2ന് ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തിലേക്ക് ഫുൾ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടിരിക്കുകയാണെങ്കിലും ആ കാര്യങ്ങളൊക്കെ സിസ്റ്റം 2 നമ്മളെ കൊണ്ട് അവിടെ നിർത്തിക്കും.
എന്നിട്ട് ഈ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ കൊടുക്കും. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു കാട്ടിലൂടെ ദീർഘദൂരം നമ്മുടെ സുഹൃത്തുമായിട്ട് യാത്ര ചെയ്യാണ്. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന സുഹൃത്ത് വിളിച്ചു പറയുകയാണ് പുലി എന്ന്. ആ സമയം നമ്മുടെ സിസ്റ്റം 2 ആയിട്ടുള്ള ബ്രെയിൻ പ്രോസസ്സിങ്ങിനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം 2 എന്താ ചെയ്യാറുള്ളത്? കാര്യങ്ങളെ ഇരുത്തി അനലൈസ് ചെയ്യാൻ തുടങ്ങും. ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആ പുലിയുടെ വായിലാകും. പക്ഷെ നമ്മൾ അവിടെ നമ്മുടെ സിസ്റ്റം 1 പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം 1 എന്താ ചെയ്യാറുള്ളത്? കാര്യങ്ങൾ ഇരുത്തി അനലൈസ് ചെയ്യാനുള്ള സമയം നമുക്ക് തരില്ല. പെട്ടെന്ന് സഡൻ ആക്ഷൻസ് ആയിരിക്കും നമ്മുടെ സിസ്റ്റം 1 ചെയ്യാറുള്ളത്. അപ്പൊ നമ്മുടെ സിസ്റ്റം 1 പറയാണ് ഓടിക്കോ എന്ന്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഓടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പുലിയുടെ വായിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. അപ്പൊ ഈ പുസ്തകത്തിൽ ഇങ്ങനെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള സിസ്റ്റം 1 കുറിച്ച് സിസ്റ്റം 2 കുറിച്ചുള്ള കുറെ എക്സാമ്പിൾസ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ കുറെ ഇൻസിഡൻസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള എക്സാമ്പിൾസ് തന്നെയാണ്. ഇപ്പൊ നമുക്ക് ചെറുതായിട്ടൊന്ന് ഹെഡിങ്ങുമായിട്ട് നമ്മുടെ സിസ്റ്റം 1 സിസ്റ്റം 2 സിങ്ക് ചെയ്യാൻ സാധിക്കും. എന്താണ് തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് തിങ്കിങ് സ്ലോ എന്ന് സിസ്റ്റം 1 സിസ്റ്റം 2 ചെറിയ എക്സാമ്പിൾസിലൂടെ നമ്മളിപ്പോ കേട്ടു. ഇത് മാത്രമല്ല ഈ പുസ്തകത്തിൽ പറയുന്നത്, വേറെ കുറെ തിയറീസും ഈ പുസ്തകത്തിൽ ഓഥർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് ഇല്യൂഷൻ, പ്രോസ്പെക്ട് തിയറി, ദ ലോ ഓഫ് സ്മോൾ നമ്പേഴ്സ്, ദ ലേസി കൺട്രോൾ, ഈഗോ ഡിപ്ലീഷൻ, പ്രൈമിംഗ് എഫക്ട് തുടങ്ങി മറ്റനേകം ടോപ്പിക്സിനെ കുറിച്ചും ഓഥർ ഇവിടെ വിവരിക്കുന്നുണ്ട്. സിസ്റ്റം 1 സിസ്റ്റം 2 നമ്മുടെ ലൈഫിൽ എപ്പോ എവിടെ എങ്ങനെ ഉപയോഗിക്കണോ എന്നുള്ള കാര്യങ്ങളും ഓഥർ ഈ പുസ്തകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ പുസ്തകം വായിക്കുന്നുണ്ട് ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ പുസ്തകത്തിലെ പല എക്സാമ്പിൾസും നമുക്ക് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടാവും എന്ത് ടഫാണ് ഈ കാര്യങ്ങളെന്ന്. അതുപോലെ തന്നെയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ഭയങ്കര ടഫായിട്ടുള്ള രീതിയിലാണ്. പക്ഷെ ആ കാര്യങ്ങൾ നമുക്ക് വായിച്ചാല് നമുക്ക് വേഗം മനസ്സിലാകാനും സാധിക്കും. ഈ പുസ്തകം ടഫാണെന്ന് കരുതി ആരും മാറ്റി വെക്കരുത്. കാരണം നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള പല ഇൻസിഡൻസും ഈ പുസ്തകത്തിൽ ഓഥർ പറയുന്നുണ്ട്. അതിന്റെ റിയൽ എക്സ്പ്ലനേഷനും ഈ പുസ്തകത്തിൽ ഓഥർ നമ്മുടെ കൂടെ പങ്കുവെക്കുന്നുണ്ട്. സോ മാക്സിമം എല്ലാവരും ഈ പുസ്തകം വായിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ മൈൻഡിനെ നമുക്ക് ഒത്തിരി മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.